പരിശോധിക്കാം ലൈഫ് മിഷൻ പദ്ധതി തന്നെ. നേട്ടങ്ങൾക്കൊപ്പം വിവാദങ്ങളും രാഷ്ട്രീയ ആരോപണങ്ങളും ഒക്കെ ഉയർന്നതാണ് ലൈഫ് മിഷൻ പദ്ധതി. എന്താകും ലൈഫ് മിഷന്റെ ഭാഗം? ആ പദ്ധതിയിൽ വലിയ തിരുത്തലുകൾ വരുമോ, അതോ പുതിയ പേരിലും പുതിയ മാതൃകയിലുമുള്ള ഭവന പദ്ധതിയിലേക്കാണോ സർക്കാർ നീങ്ങുക എന്ന ചോദ്യം വരുമ്പോൾ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമുക്ക് പോകാം. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ലൈഫ് പദ്ധതി പൊളിച്ചെഴുതാൻ തദ്ദേശ ഭരണ വകുപ്പ്. വീടുകൾ നിർമ്മിച്ചു നൽകാനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് നൽകും. അധികാര വികേന്ദ്രീകരണമാണ് ലക്ഷ്യമെന്ന് തദ്ദേശ വകുപ്പ് വ്യക്തമാക്കുന്നു. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, അപ്പോൾ വീണ്ടും പഞ്ചായത്തുകളിലേക്ക് പോവുകയാണ് ഈ വീടുകൾ അനുവദിക്കുന്നതിനൊക്കെയുള്ള കാര്യങ്ങൾ. നേരത്തെ ഒരു പൂളിംഗ് സംവിധാനമായിരുന്നുവെങ്കിൽ അത് മാറുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ, ഗുണഭോക്താക്കളെ കണ്ടെത്തി അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുക, ഒപ്പം വീട് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നൽകുക എന്ന നിലയിലേക്ക് അധികാര വികേന്ദ്രീകരണത്തിലേക്ക് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ലൈഫ് മിഷന് പൂർണ്ണമായും കൂട്ടിടുമോ, അതോ ഇനി വരുന്ന പാർപ്പിട പദ്ധതി അത് എങ്ങനെയാകും എന്നൊക്കെയുള്ള ആകാംക്ഷയുണ്ട്. പ്രത്യേകിച്ച് അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായ ആ അഭിമാനത്തോടെ നിൽക്കുകയാണ് കേരളം. അതിൽ ഏറ്റവും പ്രധാനം ഈ പറഞ്ഞതുപോലെ വീട് ഉൾപ്പെടെയുള്ള പ്രാഥമിക ആവശ്യങ്ങളാണ്. എന്താണ് UDF സർക്കാരിന്റെ മനസ്സിൽ? പ്രത്യേകിച്ച് വിദേശ മന്ത്രി, ലീഗിന്റെ മന്ത്രിയാണ്, KM ഷാജിയാണ്. എന്താണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരങ്ങൾ? വിനീത, ലൈഫ് മിഷൻ പദ്ധതി അടിമുടി പൊളിച്ചെഴുതാനാണ് KM ഷാജിയുടെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ തീരുമാനം. അതിൽ അവർ പറയുന്ന മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതുവരെ ഇതിനു മുമ്പ് കഴിഞ്ഞ 10 വർഷക്കാലത്തിന് മുമ്പ് വരെ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള എല്ലാ അധികാരങ്ങളും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്കായിരുന്നു. ഗ്രാമസഭകൾ വിളിച്ച് ഗ്രാമസഭകളിൽ നിന്ന് ഗുണഭോക്താവിനെ കണ്ടെത്തി അതിനുശേഷം വീട് നിർമ്മിച്ച് നൽകുന്നതായിരുന്നു ഒരു രീതി. ആ രീതി പിണറായി സർക്കാർ വന്നപ്പോൾ പൊളിച്ചെഴുതി അധികാര കേന്ദ്രീകരണത്തിലേക്ക് കൊണ്ടുവന്നു. മറ്റേത് അധികാര വികേന്ദ്രീകരണമായിരുന്നെങ്കിൽ എല്ലാം ചെയ്യുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണെന്ന് പൊതുബോധം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി ത്രിതല പഞ്ചായത്തുകളുടെ അധികാരം കൈയടക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് ആ രീതി ഇനി തുടരേണ്ടതില്ല എന്ന തീരുമാനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് എടുത്തു കഴിഞ്ഞു എന്നതാണ്. നയപരമായ തീരുമാനം ക്യാബിനറ്റിൽ കൂടി വെച്ചതിന് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക. നിലവിലെ അവസ്ഥ അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, അത് ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ, ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, ഈ ബാക്കി മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ ഇവർക്ക് അതാത് പഞ്ചായത്തുകളുടെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിലുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്താം. ഇപ്പോൾ അത് പൊളിച്ചെഴുതുന്നതിന് ഒരു കാരണമായി പറയുന്നത് ഇപ്പോഴുള്ള ലൈഫ് പദ്ധതിയുടെ മാനദണ്ഡം ആളുകൾക്ക് എങ്ങനെ വീട് കൊടുക്കാമെന്നതല്ല, കൊടുക്കാതിരിക്കാം എന്നതാണെന്നാണ് അവർ പറയുന്നത്. അതിന് ഉദാഹരണമായി പറയുന്നത്, ലൈഫ് പദ്ധതിക്ക് അപേക്ഷ സമർപ്പിക്കാൻ ബേസായി വേണ്ട ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് റേഷൻ കാർഡാണ്. ഒരു കുടുംബത്തിന് റേഷൻ കാർഡ് കിട്ടണമെങ്കിൽ ബേസായി വേണ്ട കാര്യം അയാൾക്ക് വീട് വേണമെന്നതാണ്. അപ്പോൾ വീടില്ലാത്ത ആൾക്ക് റേഷൻ കാർഡ് എങ്ങനെ കിട്ടും എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴവർ കൂടുതൽ വീട് കൊടുക്കാതിരിക്കാൻ നോക്കുമ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഗ്രാമസഭകളിൽ കേന്ദ്രീകരിച്ച് ത്രിതല പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരം കൊടുത്ത് കൂടുതൽ വീടുകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തദ്ദേശ വകുപ്പ് മന്ത്രി KM ഷാജിയുടെ ഓഫീസിൽ നിന്ന് ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ റഹീസ്, ഇതിൽ തന്നെ നമുക്കറിയാം, നമ്മൾ തന്നെ പല വാർത്തകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലൈഫ് മിഷനിൽ പകുതി വഴിയിൽ പെട്ടുപോയ പല വീടുകളുമുണ്ട്. അവരുടെ കാര്യത്തിൽ എന്താകും തീരുമാനമെന്നൊരു ആശങ്കയുണ്ടല്ലോ. പകുതി വഴിയിലായ പദ്ധതികൾ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന്? വീടില്ലാത്ത ആളുകൾക്ക് വീട് കിട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യും എന്നാണ് തദ്ദേശ വകുപ്പിന്റെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്നത്. ഇപ്പോൾ വിനീത ചൂണ്ടിക്കാട്ടിയ വിഷയം പറഞ്ഞപ്പോൾ അത് മന്ത്രിയുടെ ഓഫീസിന്റെ ശ്രദ്ധയിൽ ഈ ഘട്ടത്തിൽ ഉള്ളതല്ല. പക്ഷേ ഒരാൾക്കൊരു വീട് കൊടുക്കാമെന്ന് പറഞ്ഞ് നിലവിലുള്ള വീടുകൾ പൊളിച്ചു കഴിഞ്ഞ് ഷെഡിലും വാടക വീട്ടിലുമായി താമസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. അതിനെന്താണോ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ചെയ്യാൻ കഴിയുക അത് ചെയ്യും. ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴാണ് അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയത് എന്നാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറയുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ അക്കാര്യത്തിലും ഒരു മാനദണ്ഡം കൊണ്ടുവന്ന് വീട് നൽകും എന്നാണ് മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത്.
നയിക്കുന്നത്? അതാണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ് റഹീസ്. കഴിയുമെങ്കിൽ നമുക്ക് അതിന്റെ കണക്കുകൾ കൂടി ഒന്ന് ശേഖരിക്കാം. കാരണം എത്രത്തോളം ആളുകൾ ഇതിൽ ലൈഫ് മിഷനിൽ പകുതി വഴിയിലായി പോയിട്ടുണ്ട് എന്നത്. ഒരു പദ്ധതി വേണ്ടെന്ന് വെക്കുമ്പോൾ ആ പദ്ധതിയിൽ ഗുണഭോക്താക്കളായി വന്ന പകുതി വഴിയിൽ പെട്ടുപോയവരെ കൂടി സഹായിക്കേണ്ടതുണ്ട്. അവർക്ക് പുതിയ പദ്ധതിയിൽ അംഗമാകാൻ കഴിയുമോ? അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരികയാണെങ്കിൽ അതല്ല പഴയ പദ്ധതിയിലുള്ള വീട് പൂർത്തിയാക്കി നൽകുമോ? അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. സ്വാഭാവികമായും നമ്മൾ നൽകുന്ന കണക്കുകളോ നിർദ്ദേശങ്ങളോ ഒക്കെ മന്ത്രിയുടെ ഓഫീസ് പരിഗണിക്കാതെയും ഇരിക്കില്ല. അതുകൊണ്ട് ആ അന്വേഷണം നമുക്ക് തുടരുകയും ചെയ്യാം. റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക്